മറ്റൊരു വാർത്തയിലേക്ക് വിമർശനവുമായി മോഹൻ ഭഗവത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത പാലിക്കപ്പെട്ടിട്ടില്ല. വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെയും ഭഗവത് രംഗത്ത് വന്നിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. രഞ്ജിത്ത്, നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ RSSന്റെ പിന്തുണ BJPക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. BJP മോദിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനെ RSS തന്നെ നേരത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇതാ വീണ്ടും BJPക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്നു മോഹൻ ഭഗവത്. എന്താണ് വിമർശനം? അഭിലാഷ്, JP നഡ്ഡയുടെ RSSനെതിരെയുള്ള ഒരു അഭിമുഖം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഏറെ ശ്രദ്ധേയമായിരുന്നു. അതിൽ നഡ്ഡ പരാമർശിച്ചത് RSSന്റെ സഹായം BJPക്ക് ആവശ്യമില്ല എന്നും BJP സ്വന്തമായി നിലനിൽക്കാനും തെരഞ്ഞെടുപ്പിനെ നേരിടാനും തക്ക കഴിവുള്ള സംഘടന, രാഷ്ട്രീയ സംഘടനയാണ് എന്ന് പറഞ്ഞത് RSS BJP ഭിന്നതയുടെ ലക്ഷണമാണ് എന്ന വ്യാഖ്യാനങ്ങൾ അന്ന് തന്നെ ദേശീയ മാധ്യമങ്ങൾ നൽകിയ സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിൽ ഒരു രൂക്ഷമായ വിമർശനം RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷമായ വിമർശനങ്ങൾ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് BJP അതിരൂക്ഷമായ വിമർശനം കേട്ട മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷം അടങ്ങിയിട്ടില്ല. മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന വിമർശനം മോഹൻ ഭാഗവത് നടത്തുകയാണ്. മണിപ്പൂരിൽ സംഘർഷം അവസാനിപ്പിക്കണം എന്ന രൂക്ഷമായ ഭാഷയിൽ തന്നെ മോഹൻ ഭാഗവത് ഇത്തരത്തിൽ നിർദ്ദേശം നൽകുന്നു, ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു BJPക്ക് എന്നത് പ്രധാനമായ ഒരു കാര്യമാണ്. ഒപ്പം പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം കേൾക്കണം എന്ന മുന്നറിയിപ്പും ഇത്തരത്തിൽ നൽകുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. ലോക്സഭയിൽ BJPക്ക് ഭൂരിപക്ഷം കുറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട് അഭിലാഷ്. പ്രധാനപ്പെട്ട കാര്യം, ഈ UP അടക്കമുള്ള BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ RSSന്റെ നിസ്സഹകരണം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് ദിവസം പോലും RSS സഹകരിച്ചില്ല എന്നും RSS കേഡർമാർ, അതായത് വലിയ വോട്ട് ബാങ്ക്, അത്തരത്തിൽ ഒരുപാട് പ്രവർത്തകരുള്ള സംഘടനയുടെ വോട്ടുകൾ കൃത്യമായി തന്നെ BJPക്ക് വീണില്ല എന്നുള്ള വലിയ വിമർശനം മാത്രത്തിൽ ഉണ്ടായിരുന്നു എന്നതും പ്രധാനമാണ്. നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. യഥാർത്ഥ ജനസേവകർക്ക് ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല, അങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് പൊതുപ്രവർത്തനം നടത്തേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നരേന്ദ്രമോദി നടത്തിയ ചില പരാമർശങ്ങളാണ്. അത് വിദ്വേഷ പരാമർശം എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി പോയിരുന്നു. ഇത്തരം പരാമർശങ്ങൾ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ശക്തമായ ഭാഷയിൽ തന്നെ മോഹൻ ഭാഗവത് പറയുന്നുണ്ട്. ഇരുപക്ഷവും പരസ്പരം പോരടിക്കുന്ന രീതി, ഇതിന്റെ പേരിലുള്ള സാമൂഹ്യ വിഭജനമടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്ന് പറയുന്നു. അതാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ സംഘത്തെ, RSSനെ വലിച്ചിഴച്ച പശ്ചാത്തലമുണ്ടായി. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുപാട് അസത്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇങ്ങനെയാണോ അറിവ് ഉപയോഗിക്കേണ്ടത്? രാജ്യം എങ്ങനെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുക എന്ന അതിരൂക്ഷമായ ഭാഷയിലാണ് മോഹൻ ഭഗവത് സംസാരിച്ചത് എന്നത് പ്രധാനമാണ്. കോൺഗ്രസും ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ രഞ്ജിത്ത്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ് കൂടിയുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിപ്പോൾ ഈ BJPക്കെതിരായി വിമർശനം എന്നതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് മോദി ബ്രാൻഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് BJP നേരിട്ടത്. മോദിയുടെ ഗ്യാരണ്ടി എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിലടക്കം BJP മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകളൊക്കെ അനുസരിച്ച് ആ തരത്തിലുള്ള ഒരു പ്രചാരണത്തോട് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ RSSന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി RSS BJPക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നില്ല എന്ന നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വളരെ കൃത്യമായി മോഹൻ ഭഗവത് വിമർശനവുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. അത് BJPക്കെതിരെ ഉള്ള വിമർശനം എന്നതിനപ്പുറത്ത് മോദിക്ക് നേരെയുള്ള വിമർശനമായി വായിച്ചെടുക്കേണ്ടേ? തീർച്ചയായും RSSന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിമർശനം ഇപ്പോൾ ഉണ്ടാകുന്നത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാര്യമാണ്. എക്കാലത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്നിലെ ഒരു വലിയ ബലം, അല്ലെങ്കിൽ നട്ടൽ എന്ന് പറയുന്നത് RSS ആയിരുന്നു. എക്കാലത്തും അങ്ങനെയായിരുന്നു. 1984 തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ, അത് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യം, അവിടെ കോൺഗ്രസ് പാർട്ടിക്കും RSSന്റെ പിൻബലം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും RSSന്റെ ഒരു ഖെയ്ദറിന്റെ വലിയ ഒരു അനുഗ്രഹാശിസ്സുകളോട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ. ഇപ്പോഴത്തെ RSS കുറെ കാലമായി അന്തരീക്ഷത്തിൽ RSS BJPക്കുള്ള പല നിരീക്ഷണങ്ങളും വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച്
സ്വന്തമാകുന്നു. BJPയുടെ അണികൾക്ക് കേഡറിന് സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള ത്രാണിയായി. അതുകൊണ്ട് RSSന്റെ ബാക്കിംഗ് ആവശ്യമില്ല എന്ന് ഇതിന്റെ ഭാഗത്തു നിന്നും RSSന്റെ ഭാഗത്തു നിന്നും BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പരാമർശങ്ങളുണ്ടായിരുന്നു. അവിടെ കാര്യമായ BJP വിരുദ്ധ പരാമർശം RSS നടത്തിയിട്ടില്ല. ഇപ്പോഴും അത് BJP വിരുദ്ധ പരാമർശം എന്നല്ല ഞാൻ കാണുന്നത്, ഒരു തിരുത്തൽ ശക്തി ഒരു വിത്തിൻ അല്ലെങ്കിൽ ഒരു ഇപ്പോഴത് കാണാവുന്നത് അത് അതിൽ റൈറ്റ്. താങ്കളുടെ ടെലിഫോൺ കണക്ഷനിൽ ചില സാങ്കേതികമായ തകരാറുകളുണ്ട്, പറയുന്നത് വ്യക്തമാകുന്നില്ല. താങ്കളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ വലിയ വിമർശനം തന്നെയാണ് RSS മേധാവി ഉന്നയിച്ചിട്ടുള്ളത്. മോഹൻ ഭഗവത് ആണ് BJPക്കെതിരെ വിമർശനവുമായി എത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത പുലർത്തപ്പെട്ടില്ല എന്നും വിദ്വേഷ പരാമർശങ്ങൾ ശരിയായില്ല എന്ന തരത്തിലുമുള്ള പ്രതികരണം. ജനസേവകന് അഹന്ത പാടില്ല, അഹങ്കാരം പാടില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അത് വളരെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്, നരേന്ദ്രമോദിക്ക് നേരെ കൂടിയാണ്. ആ വാക്കുകളിലേക്ക് ये अपने देश के प्रजातांत्रिक तंत्र में प्रति 5 वर्ष होने वाली घटना है, होती है, उसके अपने नियम है, डायनेमिक्स है, उसके अनुसार होता है। अपने देश के संचालन के लिए कुछ निर्धारण करने वाला वो प्रसंग है, महत्वपूर्ण है, लेकिन हम चर्विचर्वण करते रहे इतना महत्वपूर्ण क्यों है? समाज ने अपना मत दे दिया, उसके अनुसार सब होगा। क्यों कैसे इसमें संघ के हम लोग नहीं पढ़ते। हम अपना कर्तव्य करते रहते, लोकमत परिष्कार का प्रतिवर्ष करते हैं, प्रति चुनाव में करते हैं, इस बार भी किया है। बाकी क्यों हुआ क्या हुआ इस चर्चा में पढ़ते नहीं, क्योंकि आज ही कल ही आदरणीय सत्यप्रकाश महाराज जी ने हमको एक वचन बताया कबीर जी का। सार रूप में हम लोग उस प्रकार से विचार करते हुए इन सब बातों को देखते हैं। निर्बंधा बंधा रहे, बंधा निर्बंधा होई, कर्म करे करता नहीं, दास कहाए सोई। जो सेवा करता है, जो वास्तविक सेवक है, जिसको वास्तविक सेवक कहा जा सकता है, उसको कोई मर्यादा रहती है, वो मर्यादा से चलता है। काम करते सब लोग हैं, लेकिन कार्य करते समय मर्यादा का पालन करते हुए उसको करना। जैसा तथागत ने कहा है, कुशलस्य उपसंपदा, अपनी आजीविका, पेट भरने का काम सबको लगा ही है, करना ही चाहिए। अपने शरीर को भूखा नहीं रखना है, परंतु करते समय कुशलस्य उपसंपदा है, कौशल पूर्वक, यानी उपजीविका के कार्य में उत्कृष्टता जैसे उस शब्द से निर्देशित होती है, वैसे ही वो कार्य करते समय दूसरों को धक्का नहीं लगना चाहिए, ये मर्यादा भी उसमें निहित है। तो ऐसी मर्यादा रख के हम लोग काम करते हैं। काम करने वाला उस मर्यादा का ध्यान रखता है, वो उस मर्यादा का पालन करके जो चलता है वो कर्म करता है, लेकिन कर्मों में लिप्त नहीं होता, उसमें अहंकार नहीं आता कि मैंने किया, और वही सेवक कहलाने का अधिकारी रहता है। ये उक्ति कल जब उन्होंने सुनाई तो मेरे मन में आया कि अपना विचार क्या है, संघ कैसे चलता है, उसको बताने का दूसरा कौन सा उपाय। सरल उपाय में यही है, 4 पंक्तियों में संघ की वृत्ति ध्यान में आती है। क्योंकि इन बातों में उलझे रहेंगे तो काम रह जाएंगे, और चुनाव प्रचार की या चुनाव में जो होता है उसकी बात ऐसी है, वास्तव में तो प्रजातंत्र की अनिवार्य आवश्यक प्रक्रिया है, और उसमें 2 पक्ष रहते हैं, इसलिए स्पर्धा रहती है। स्पर्धा रहती है तो दूसरे को पीछे करने का, स्वयं को आगे बढ़ाने का काम होता ही है, होना ही चाहिए, परंतु उसमें भी एक मर्यादा है, असत्य का उपयोग नहीं करना। चुने क्यों जा रहे लोग, संसद में जाएंगे, बैठकर अपने देश को चलाएंगे, सहमति बनाकर चलाएंगे।
हमारे यहां तो परंपरा सहमति बनाकर चलने की है। समानो मंत्र समिति समानी समानम मनस सह चित्तमेशाम। इस सहचित्त पर विनोबा भावे जी की टिप्पणी है। वो कहते हैं कि ऋग्वेदकारों को मानवीय मन का कितना ज्ञान था ये समझ में आता है। सब जगह उन्होंने कहा है समानो मंत्र समिति समानी समानम मना, लेकिन चित्त के बारे में सम नहीं कहा, क्योंकि प्रत्येक व्यक्ति का चित्त मानस अलग अलग होता ही है और इसलिए 100% मतों का मिलान होना संभव नहीं है। लेकिन जब समाज में लोग अपना चित्त अलग अलग होने के बाद भी हमको साथ ही चलना है ऐसा निश्चय करते हैं तो सहचित्त बन जाता है। वास्तव में संसद क्यों है और उसमें दो पक्ष क्यों है? इसलिए है कि दोनों पहलू उजागर हो। किसी भी सिक्के के दो पहलू रहते हैं, ऐसे किसी भी प्रश्न के दो पहलू रहते हैं। एक पक्ष एक पहलू का विचार करता है तो दूसरे पक्ष ने दूसरा पहलू उजागर करना है ताकि जो होना है वो पूर्णतः ठीक हो, सहमति बने। इसलिए संसद बनती है, लेकिन ऐसी सहमति बनना स्पर्धा करके आए लोगों में थोड़ा कठिन भी रहता है और इसलिए हम बहुमति का आसरा लेते हैं। उसके लिए स्पर्धा चलती है। ये स्पर्धा है, कोई आपस का युद्ध तो है नहीं। जिस प्रकार ये बातें हुई, जिस प्रकार एक दूसरे को लताड़ना हुआ, जिस प्रकार प्रचार के दौरान हमारे करने से समाज में मनमुटाव बढ़ेगा, दो गठ बटेंगे, आपस में शंका संशय उत्पन्न होगा, इसका भी ख्याल नहीं रखा गया। ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനമാണ് RSS മേധാവി ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പിൽ മാന്യത പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. യഥാർത്ഥ ജനസേവകന് അഹന്ത പാടില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. രഞ്ജിത്ത് വീണ്ടും ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇതിൽ ഒരു ഭാഗത്ത് RSSന്റെ പിന്തുണയില്ലാതിരുന്നിട്ട് പോലും 240 എന്ന നിലയിലേക്ക് സീറ്റ് നേടാൻ BJPക്ക് സാധിക്കുന്നു. അത് മോദിയുടെ ഗ്യാരണ്ടിയിൽ നേടിയതാണ്. മറുഭാഗത്ത് BJP RSS ഈ നേതൃത്വത്തിൻ്റെ നിലപാടുകളെ അംഗീകരിക്കാതിരിക്കുന്ന പശ്ചാത്തലം, അത് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്ന സാഹചര്യം. എന്താണിപ്പോൾ ഈ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏത് തരത്തിലാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഭിലാഷ്. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൽ ചില ശ്രദ്ധേയമായ പരാമർശങ്ങൾ മോഹൻ ഭാഗവതിന്റെ ഭാഗത്തുണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമല്ല എന്നത് മനസ്സിലാക്കണം എല്ലാവരും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു മത്സരം മാത്രമാണ്. യുദ്ധമായി കണ്ട് യുദ്ധഭൂമിയിൽ നടത്തുന്ന പോരാട്ടം പോലെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളും ഈ എതിർ കക്ഷികളെ ഒതുക്കാനും അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമൊന്നും നല്ലതിനല്ല എന്ന മുന്നറിയിപ്പാണ് മോഹൻ ഭഗവതിന്റെ ഭാഗത്തുണ്ടാകുന്നത് ശ്രദ്ധേയമാണ്. ഇതൊക്കെ നേരെ വിരൽ ചൂണ്ടുന്നത് BJPയിലേക്ക്, നരേന്ദ്രമോദിയിലേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചു വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിലയുള്ളതാണ്. കാരണം ഇത് ഈ എല്ലാവരും ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ജനങ്ങളെ പ്രതിനിധീകരിച്ചാണ് പോകുന്നത്. അവരുടെ ക്ഷേമത്തിനും അവരുടെ വികസനത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷമായി ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ രാജ്യത്ത് സംഭവിച്ചു. മൂന്നാമതും NDA സർക്കാർ അധികാരത്തിൽ വരുന്നുണ്ട്. പക്ഷെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് മോഹൻ ഭാഗവത് പറയുന്നു. അതായത് രാജ്യം അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അതിന് പരിഹാരം കാണേണ്ട ചുമതല കൂടി BJP സർക്കാരിനുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി മോഹൻ ഭാഗവത് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ നരേന്ദ്രമോദിയെ BJPയെ അതിരൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ട് പതിവില്ലാത്ത വിധത്തിലാണ് മോഹൻ ഭാഗവത് ഇപ്പോൾ പ്രസംഗം നടത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ BJPയും RSSും തമ്മിലുള്ള ബന്ധം, തീർച്ചയായും മോഹൻ ഭഗവതിന്റെ ഈ പ്രസംഗം വരും ദിവസങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും എന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് നേരിട്ട് തന്നെ വിമർശനം ഉന്നയിക്കുന്നു BJPക്ക് നേരെ എന്നത് അതീവ ഗൗരവത്തോടു കൂടി RSSനും അതോടൊപ്പം തന്നെ BJPക്കും വിലയിരുത്തേണ്ടി വരും. സ്വർണ്ണവെള്ളി നിരക്കുകൾ